ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് KSEBിയിലെ ഇലക്ട്രിസിറ്റി വർക്കർ, അതായത് പഴയ മസ്ദൂർ എന്ന് പറയുന്ന ഒരു തസ്തികയുടെ യോഗ്യത അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേരള PSC. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഫൈൽ എന്തായിരിക്കും എന്നൊരു സംശയമുണ്ട്. അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. പണ്ട് നമുക്കറിയാം മസ്ദൂർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ്സും പോസ്റ്റിൽ കയറാനുള്ള ഒരു എഫിഷ്യൻസി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പോസ്റ്റിൽ കയറുന്നവർ ഉയർന്ന ശമ്പളത്തോടുകൂടി അത്യാവശ്യം നല്ല പോസ്റ്റിൽ തന്നെ റിട്ടയർമെന്റ് ആവുന്ന ഒരവസ്ഥയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കേവലം വെറുതെ ആവുന്നതല്ല, അവർക്ക് KSEBിയിൽ കയറിയ ശേഷം IT അടക്കമുള്ള എക്സാമുകളും 10ാം ക്ലാസ്സിന് തതുല്യമായ എക്സാമുകളൊക്കെ എഴുതാനുള്ള അവസരം കൂടി KSEB ചെയ്ത് കൊടുത്തിട്ടാണ് അവർ പ്രൊമോട്ടഡ് ആയിട്ട് മാറിയത്. പക്ഷെ പലപ്പോഴും നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ദുരാരോപണത്തിനൊക്കെ പരിഹാരമായിട്ട് KSEBയും PSCയും ഇതിന്റെ യോഗ്യതയുടെ മാനദണ്ഡം തിരുത്തിയിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സായ ശേഷമുള്ള IT ആണ് ഇനി മുതൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ മസ്ദൂർ എന്ന പേരും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മസ്ദൂർ എന്ന പേര് മാറ്റിയതും യോഗ്യത മാറിയതും കൊണ്ടും അടിസ്ഥാന ശമ്പളത്തിലും ഒപ്പം അതിന്റെ സ്റ്റാറ്റസിലും ഒക്കെ മാറ്റം ഉണ്ടായിരിക്കും. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതൊക്കെ അവസ്ഥയിൽ എത്താൻ പറ്റും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഒരു IT കാരനെ സംബന്ധിച്ചിടത്തോളവും അത് മാത്രമല്ല ഡിപ്ലോമ അതുപോലെ തന്നെ ബിടെക് യോഗ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മോശമല്ല ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ കയറുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിന്റെ ഓരോരോ സാധ്യതകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഗ്രൂപ്പ് D ആണ്, ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ആണ് എന്നൊക്കെ നമ്മളവിടെ പറയുമ്പോൾ തന്നെ, അതായത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മസ്ദൂർ എന്നൊരു കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ 10ാം ക്ലാസ്സും IT ആണ് യോഗ്യത എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടാവും. അടുത്തെന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓറിയന്റഡ് ആൻഡ് സപ്പോർട്ടീവ് ടെക്നിക്കൽ റോളാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റോൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഡൻ ആയിട്ടുണ്ടാവുന്ന പവർ ഫെയിലുവർ, ഒരു പർട്ടിക്കുലർ വീട്ടിലേക്ക് ഉണ്ടാവുന്ന പവർ ഫെയിലുവർ, ഒരു പെട്ടെന്നുണ്ടാവുന്ന നാച്ചുറൽ കലാമിറ്റീസ്, ഇവിടെയൊക്കെ നിങ്ങൾ സഡൻ ആയിട്ട് ഇൻവോൾവ് ആവുകയും നിങ്ങൾ തന്നെ ഇവിടെ ആക്റ്റീവായിട്ടുള്ള റെസ്പോൺസ് ടീമായിട്ട് മാറുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു മാസീവായിട്ടുള്ള വർക്ക്, അതായത് 11 kVയുടെ ലൈൻ മൊത്തത്തിൽ മാറുന്ന ജോലി, അതുപോലെ തന്നെ വലിയ മാസീവ് വർക്കുകൾ, വലിയ ഒരു നാച്ചുറൽ കലാമിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ശരിക്കും നിങ്ങൾ എന്താണ്, നിങ്ങൾ ഒരു സപ്പോർട്ടീവ് ടെക്നിക്കൽ റോളിലേക്ക് മാറും. നിങ്ങൾ ശരിക്കും ജോലിക്കാരാവണ്ട, അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു ടെക്നിക്കൽ എയ്ഡ് കൊടുത്താൽ മതി. കാരണം നിലവിൽ KSEB പല ജോലികളും കരാറ് കൊടുക്കുകയാണ്. അപ്പോൾ കരാറുകാരൻ്റെ ജോലിക്കാരുമായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ സാറായിട്ട് അവിടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ജോലി. നിങ്ങൾ എഫക്റ്റീവ്ലി വലിയ ജോലി ചെയ്യേണ്ടി വരില്ല. അത്യാവശ്യം റെസ്പെക്റ്റ് ഒക്കെ കിട്ടും കോൺട്രാക്ടേഴ്സിൽ നിന്നും ജോലിക്കാരിൽ നിന്നും ഒക്കെ. കാരണം നിങ്ങൾ എന്താണ്, നിങ്ങളോടത്ത് സീനിയർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ജൂനിയർ ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റിലായിരിക്കും നിൽക്കുന്നത്. പഴയ മസ്ദൂർ എന്ന് പറയുന്ന റോൾ അവിടെ മാറുകയാണ്. രണ്ടാമതായിട്ട് ഒരു സൂപ്പർവൈസിങ് എഞ്ചിനീയർ, അതായത് നമ്മൾ പറയുന്ന പോലെ സബ് എഞ്ചിനീയറിന്റെ കീഴിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നത്. മാത്രവുമല്ല നിങ്ങളൊരു അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഏറെക്കുറെ തതുല്യരായിട്ടുള്ള ഒരു പോസ്റ്റിലായിരിക്കും. അവിടെ ഒരു ഈഗോ ക്ലാഷിനൊന്നും പ്രസക്തി ഉണ്ടാവത്തില്ല. എല്ലാവരും പരസ്പരം ഒരു രീതിയിൽ നിങ്ങൾ പരസ്പരം ബഹുമാനിച്ചൊക്കെ തന്നെയായിരിക്കും പോകുന്നത്. ഈ ഒരു വിഷയമൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതായത് ഇപ്പം എല്ലാ മേഖലകളും മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും സർക്കാർ ജോലിയിലേക്ക് ഇരിക്കുന്ന എല്ലാവരെയും നമുക്കറിയാം. കേരള പോലീസിൽ പോലും നമുക്കറിയാം കോൺസ്റ്റബിൾ റാങ്കിലുള്ളവർക്ക് PhD ബിടെക്കും ഒക്കെ ഉള്ളവരുണ്ട്. അതുകൊണ്ട് ഇവിടെയും ഇത്തരത്തിലുള്ള ഒരു ഈഗോയ്ക്കൊന്നും പ്രസക്തിയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. ഇനിയും എന്തിന് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ വരണം എന്നൊരു ചോദ്യമുണ്ട്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് സാലറി ബേസ് തന്നെയാണ്. ഇത് 2021 ബേസായിട്ട് മസ്ദൂറിന്റെ സാലറിയാണ് നമ്മളിവിടെ റിവൈസ് ചെയ്ത് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇനി മസ്ദൂർ ഇല്ല, ഇനി വരുന്ന പോസ്റ്റ് മസ്ദൂർ അല്ല. മസ്ദൂർ അല്ലാതാകുമ്പോൾ തന്നെ 5 വർഷം കഴിയുമ്പോൾ സാലറിയിൽ റിവിഷൻ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും മസ്ദൂർ എന്ന് പറയുന്ന വെറും 7ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ളവർക്ക് റിവൈസ് ചെയ്ത സാലറിയാണ് 24,400 മുതൽ പ്ലസ് 700 രൂപ ഗ്രേഡ് പേ, അങ്ങനെ ഏതാണ്ട് 26,000 ആ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങളുടെ സാലറി ഉണ്ടായിരുന്നു. അന്ന് ഏതാണ്ട് ഒരു 30,000-അടുത്ത് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന മസ്ദൂർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. എന്നാൽ ഈ ഒരു പോസ്റ്റ് മാറിയിട്ട് സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പോസ്റ്റിലേക്ക് മാറുകയാണ്. ഒരു LDയും പ്ലസ് ഒരു ടെക്നീഷ്യന് കിട്ടുന്നതിന് തതുല്യമായ സാലറി ആയിരിക്കും കിട്ടുന്നത്. മാത്രമല്ല KSEB എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത, ഏതാണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ സാധാരണ കിട്ടുന്ന ശമ്പളത്തെക്കാളും ഈ ബോർഡിൽ ഏതാണ്ട് ഒരു 40% കൂടുതലാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലിക്കാരന് ഒരു EMI അധികമായിട്ട് അടയ്ക്കാനുള്ള ഒരു പൈസ KSEB അധികം നൽകും എന്നുള്ളതൊരു പരമാർത്ഥമാണ്. ഈ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പോസ്റ്റിൽ കിട്ടും. മറ്റൊരു പോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് നിങ്ങളൊരു സബ് എഞ്ചിനീയർ ഡെസിഗ്നേഷന് തുല്യമായ പോസ്റ്റിൽ കയറുന്നതിന് തുല്യമായിട്ടുള്ള സാധനം നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്കർ എന്നൊരു പോസ്റ്റിൽ നിന്ന് തന്നെ KSEB തരും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മുടെ അടുത്ത പ്രൊമോഷൻ സ്കോപ്പ് ആണ്. KSEBയിൽ മാത്രം കിട്ടുന്ന ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. രണ്ട് രീതിയിലുള്ള പ്രൊമോഷൻ നമുക്കിവിടെ ഉറപ്പിക്കാം. നിങ്ങൾക്ക് ITA മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഡിപ്ലോമ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും KSEB തരുന്ന പ്രൊമോഷൻ ഉണ്ട്. ആ പ്രൊമോഷൻ ട്രാക്കിലൂടെ നിങ്ങൾക്ക് ഏതാണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ വരെ എത്തുവാനുള്ള ഒരു അവസരമുണ്ടാകും. അത് യാതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോഷൻ കിട്ടും. അതിന് ആനുപാതികമായിട്ട് നിങ്ങളുടെ ശമ്പളത്തിലും വളരെ വലിയ വർധനമുണ്ടാവും. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. KSEBയിൽ ഏതാണ്ട് 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 വർഷം കൂടുമ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഓഫീസർ പോസ്റ്റിലേക്ക് നിരന്തരമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ വരികയും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നടത്തുകയും ചെയ്യും. അതായത് AEമാരെ നിയമിക്കുന്നതിൽ ഏതാണ്ട് 10% പൂർണ്ണമായിട്ടും KSEB ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ. ഈ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം നിങ്ങളൊരു BTech യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ BTechന്റെ അവസാന വർഷ എക്സാം എഴുതാൻ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ITA ഉണ്ട്. ഇനിയും നിങ്ങൾ BTech ജസ്റ്റ് പാസ് ഔട്ട് ആയി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ഇനി അല്ല, നിങ്ങൾ BTech കഴിഞ്ഞ് കുറേ നാളായ ആളാണെങ്കിലും ഇതേ ബെനിഫിറ്റ് തന്നെ കിട്ടും. ആദ്യം നമ്മൾ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, അതായത് ചെറിയ പ്രായമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്കർ എന്ന ഡെസിഗ്നേഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഏതാണ്ട് 20-21 വയസ്സാണുള്ളതെങ്കിൽ ഏതാണ്ട് 25 വയസ്സിന് മുമ്പ് തന്നെ AEയുടെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരും, ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ. ഈ അവസാനം നടന്ന AE എക്സാമിനേഷൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആൾക്കാരെയും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും KSEB എടുത്ത റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. അതായത് സമയം കൊണ്ടല്ല, മുഴുവൻ ആൾക്കാരെയും എടുത്തത് കൊണ്ട് ആ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു. പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു നിയമന രീതിയാണ് KSEBയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വർക്കറായിട്ട് കയറുന്ന ഒരാൾക്ക് അയാളുടെ പ്രൊബേഷൻ കഴിയുമ്പോഴത്തേക്കിന് AE എന്ന് പറയുന്ന എക്സാമിനേഷൻ വരികയും ഓപ്പൺ മാർക്കറ്റിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കോമ്പറ്റീഷൻ ഇല്ലാതെ എഴുതി ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവാനുള്ള അവസരം കിട്ടും. മാത്രമല്ല, നിങ്ങൾ അത്തരത്തിലുള്ള AE ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഒരു AE എക്സാമിനേഷന് കിട്ടുന്ന അതേ പ്രൊമോഷൻ കിട്ടി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനും ഒരു പക്ഷേ ചീഫ് എഞ്ചിനീയറോ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് റിട്ടയർ ആവാനുള്ള അവസരവും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇച്ചിരി പ്രായമുള്ള ഒരാളാണ്, നിങ്ങൾ 25-26 വയസ്സുള്ള ഒരാളാണ്, നിങ്ങൾ ഇപ്പോഴും AEയുടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പൺ മാർക്കറ്റിലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KSEBയിലെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതിയാൽ ഈ ഓപ്പൺ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഒഴിവാക്കാം. KSEBക്ക് അകത്തുള്ളവരുമായിട്ട് മാത്രം കോമ്പീറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു BTech ബിരുദധാരിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. ഇനിയും അല്ലാതെ ഈ ഒരു എക്സാം ഒന്നും എഴുതിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തുണ്ട്, സ്വാഭാവികമായ പ്രൊമോഷൻ കിട്ടി AE ആവും. മാത്രവുമല്ല AE വരെ ആവാം. മാത്രവുമല്ല സാലറി വൈസ് നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് KSEB. അപ്പോൾ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു സാധാരണഗതി വർക്കറായിട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. മാത്രവുമല്ല ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തുക. KSEBയിൽ മാറിയ പാറ്റേണോടുകൂടി KSEB ഉടൻ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ വരും. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. പുതിയ PSC ആണ്, PSCക്ക് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് ഏതാണ്ട് 4 മാസത്തിനുള്ളിൽ തന്നെ എക്സാമിനേഷനൊക്കെ ഇങ്ങ് എത്തുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു പോസ്റ്റിന് വേണ്ടി ധാരാളം ഉദ്യോഗാർത്ഥികൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോലി കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തിക കൂടിയായിരിക്കും. അതായത് ഏതാണ്ട് 500-നും പുറത്ത് നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു തസ്തികയാണ്. മാത്രമല്ല ഈ ഒരു തസ്തികയിൽ ഉന്നതമായ റാങ്ക് കിട്ടിയെങ്കിലേ നിങ്ങൾക്ക് എന്തുള്ളൂ, പ്രൊമോഷൻ സാധ്യതയുള്ളൂ. ആദ്യം റാങ്ക് കിട്ടുന്നവർക്കായിരിക്കും ആദ്യം പ്രൊമോഷൻ കിട്ടുക എന്നൊരു യാഥാർത്ഥ്യം മനസ്സിൽ വേണം. അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയുടെ KSEB ഇലക്ട്രിക്കൽ വർക്കർ മസ്ദൂർ കോഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങളെ സഹായിക്കുന്നതിനും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനുമായിട്ട് ഒരു പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് ഉണ്ട്. അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് നമ്മൾ ഈ കോഴ്സ് നൽകുന്നുണ്ട്. ഇപ്പോൾ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.